പാസ്റ്റർ ജോൺ ജബരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകളുണ്ടാകുക, അവരതിനെ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടു. എന്ന് വെച്ചാൽ അവർ എന്നോട് ചോദിച്ചു വെളുപ്പിക്കാൻ എത്ര കിട്ടിയെന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ ചിലർ വെളുപ്പിക്കുവാണല്ലോ വല്ലാതെ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം നമ്മൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ ഭരണഘടന നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടല്ലോ. ഞാൻ അതിനകത്തൊന്നും നിങ്ങളെ കുറ്റം പറയുന്നില്ല കേട്ടോ. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തരേണ്ടത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം ആദ്യം പറയട്ടെ. ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടല്ല കേട്ടോ ഞാൻ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞത്. ഞാനൊരു പാസ്റ്ററിന് അനുകൂലമായിട്ട് ഇതുപോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു ദൈവദാസൻ ഇതുപോലെ തന്നെ ഒരു പീഡന പരാതി നേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നും ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ അടക്കം യൂട്യൂബുകളടക്കം എല്ലാവരും അദ്ദേഹത്തെ അങ്ങ് കരിവാരി തേച്ച് അദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെ അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് എതിരെ ആരോപണം ഉന്നയിച്ച ആ ഒരു പെൺകുട്ടിയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഒരാൾ മാത്രമേ ആ പാസ്റ്ററിനും കുടുംബത്തിനും വേണ്ടിയിട്ട് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടെ ആദ്യം തൊട്ടേ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ബുദ്ധി കൊണ്ട് ആദ്യം ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ബുദ്ധി കൊണ്ട് തോന്നി ഇതങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്നെനിക്ക് തോന്നി. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇറക്കി. അത് കഴിഞ്ഞിട്ട് അവരെ അറിയുന്നവരൊക്കെ വന്നിട്ട് കമൻ്റ് ഇട്ടു, അദ്ദേഹം നല്ല മനുഷ്യനാണെന്നൊക്കെ കമൻ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ മകൻ എൻ്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയും പുള്ളി എനിക്ക് ഒത്തിരി എന്താ പറയുക അതിൻ്റെ ഓഡിയോ ക്ലിപ്പിങ്സുകളും അതിൻ്റെ തെളിവുകളും ഒക്കെ എനിക്ക് ഇട്ട് തന്നു. അപ്പോൾ അതുകൂടാതെ അവരുടെ ഒരു കുടുംബം കടന്നു പോകുന്ന മാനസിക സംഘർഷാവസ്ഥയും അവർ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക ഒരു നാണക്കേടും ഒക്കെ അവരെൻ്റെ അടുത്ത് പറയുവാനായിട്ടിടയായി. പറയുക മാത്രമല്ല ആ ഒരു മകൻ്റെ സംസാരത്തിലൂടെ തന്നെ എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഫൈനലി എനിക്ക് തോന്നി ഈ കുടുംബം അവരത് പറയുകയും ചെയ്തു കേട്ടോ. ഇവരൊരു ആത്മഹത്യയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് ആ കുടുംബത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്ന് കേട്ടോ. എന്നാൽ മറുഭാഗത്തുനിന്നും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ഇത്രയും തെളിവുകൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പോയില്ല. ഇപ്പം ഞാൻ വിഷയമൊന്നും അങ്ങോട്ട് പറയുന്നില്ല, കാരണം അത് സോൾവ് ആയ കാര്യമാണ്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ ഒത്തിരി പേരെന്നോട് വന്നിട്ട് എത്ര കിട്ടി എന്നൊക്കെ ചോദിച്ചു. ഒന്നും കിട്ടിയിട്ടല്ല കേട്ടോ. എന്നിട്ട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്താണെന്നറിയുമോ സത്യാവസ്ഥ പുറത്തോട്ട് വന്നു. ആ പാസ്റ്റർ നിരപരാധിയാണെന്നുള്ള ഒരു ലീഗലി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തോട്ട് വന്നു കേട്ടോ. അന്ന് നമ്മൾക്ക് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് എത്ര പൈസ കൊടുത്താലും കിട്ടത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയുമോ, ഞാൻ പൈസ മേടിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഞാൻ ചെയ്തതായിരുന്നുവെങ്കിൽ ആ ഒരു വിധി എന്നെ അത്ര കണ്ടങ്ങ് സന്തോഷിപ്പിക്കത്തൊന്നുമില്ല. അത് അവരുടെ കാര്യം ഓർത്ത് ഞാനങ്ങ് വിടത്തുള്ളൂ. എന്നാൽ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ അവരുടെ സത്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആ സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടത്തില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾക്കറിയാം, നമ്മൾ ആരുടെയെങ്കിലും അടുത്തുനിന്നൊക്കെ പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ടപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ വേറൊരാളുടെ മുൻപിൽ കരം നീട്ടി പോകാൻ കഴിഞ്ഞാലോ നമ്മൾക്ക് പിന്നെ അജീവനാന്തം നമ്മൾ ആ വ്യക്തിയുടെ ഒരു അടിമയാകുന്ന പോലെ അല്ലേ. നമ്മൾക്കൊരു വോയിസ് പിന്നെ ആ വ്യക്തിയുടെ മുൻപിൽ നമ്മൾക്ക് ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു അടിമത്ത മനോഭാവത്തോടെ പിന്നെ നമ്മൾ ജീവിക്കേണ്ടി വരും അല്ലേ. അതേസമയം നമ്മൾ ആർക്കും അടിമയാകാതെ ആരുടെയും പൈസ മേടിക്കാതെ നമ്മുടെ സത്യസന്ധമായ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസും ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടത്തില്ല. അപ്പോൾ അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവരോടൊക്കെ അന്ന് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇറക്കിയ വീഡിയോയിലൂടെ തന്നെ ഞാൻ മറുപടി കൊടുത്തു. എൻ്റെ കിട്ടിയത് ഇതാണ്, എനിക്ക് കിട്ടിയ ഒരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഒരാളാക്കി
കുടുംബത്തിന് വേണ്ടി സംസാരിച്ചു. ഇനി ഞാൻ സംസാരിച്ചത് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. അവരതിൻ്റെ പുറകെ ആ സത്യം തെളിയിക്കാൻ വേണ്ടി അവരൊത്തിരി, ആ കുടുംബം ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. അവരൊത്തിരി പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ കയറി ഇറങ്ങി കേട്ടോ. അവരുടെ ഒത്തിരി സമയങ്ങളൊക്കെ നഷ്ടമായി. അപ്പോൾ അവരനുഭവിച്ച, അങ്ങനെ അവർക്ക് നീതി കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവരനുഭവിച്ച ഒരു വേദന എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാസ്റ്റർ ജോൺ ജയരാജൻ്റെ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊന്ന് അതിനകത്തോട്ടൊന്ന് ഇറങ്ങുവാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലുള്ള ആൾക്കാർ പറയുന്നതിനെ കഴിഞ്ഞും ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിരിക്കും പറയുക. അതുകൊണ്ട് ഞാൻ കേരളത്തിലുള്ളവരുടെ വീഡിയോ കാണുന്നതിന് പകരം ഞാൻ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ വീഡിയോസായിരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. ഇനി അതിലെല്ലാം അപ്പുറമായിട്ട് നമ്മൾക്കൊരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചിന്തിച്ചപ്പോഴും എനിക്ക് തോന്നി ഇതൊരു ഫേക്ക് ന്യൂസാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. കാരണം എന്താണെന്ന് അറിയുമ്പം ഇദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ പാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്കറിയാം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി എത്രയോ പാസ്റ്റർമാർ അങ്ങനെ പോകുന്നവരുണ്ട്, എത്രയോ അച്ഛന്മാരങ്ങനെ പോകുന്നവരുണ്ട് അല്ലേ. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്താ പറയുക, തീർത്തും ജഡികരായ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തീർത്തും ജഡികരായ പാസ്റ്റർമാരും ജഡികരായ അച്ഛന്മാരും അങ്ങനെയുള്ള ടീമുകളൊക്കെ എന്താണ് ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് മടങ്ങി വന്ന് ഇവിടെയും അതേ ആത്മീയ വേഷം വീണ്ടും എടുത്തിട്ട് ശുശ്രൂഷകളിൽ നിൽക്കുന്ന എത്രയോ പേരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു പട്ടിക്കുറുക്കനും അറിയത്തില്ല. അദ്ദേഹത്തിന് മടങ്ങി വന്ന് ഇതേ പാസ്റ്ററുടെ കുപ്പായം ഇട്ട് വിശുദ്ധിയുടെ കുപ്പായം ഇട്ട് വേണമെങ്കിൽ അദ്ദേഹം ചെയ്ത മിനിസ്ട്രി തുടർന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഒരിക്കലും അദ്ദേഹം ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോക്കൽ പ്ലേസിൽ നിന്നിട്ട് ഇത്രയും ഒരു ശുദ്ധമണ്ടത്തരം കാണിക്കുമെന്നും വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ പിന്നെ അതുമല്ല, കേസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പലർ പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഓഡിയോയും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഫേക്ക് ന്യൂസ് തന്നെയാണെന്ന് തോന്നി. പിന്നെ അതിനെല്ലാം അപ്പുറമായിട്ട് ഞാൻ കൊടുത്തൊരു മാനുഷിക പരിഗണന കേട്ടോ. കാരണം ഈ മനുഷ്യൻ നമ്മൾക്ക് വേറെ എന്ത് സഹിക്കാം. പോട്ടപ്പം ഇപ്പം എന്നെയൊക്കെ പോലെ ഒരു സാധാരണക്കാരത്തി ഒരു വ്യക്തിയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാൽ നീ ഒരു പണി നോക്കടാന്ന് തിരിച്ച് പറഞ്ഞിട്ട് നമ്മൾക്കങ്ങ് പോകാം. കാരണം നമ്മൾക്ക് ഒരു സാധാരണക്കാരാണ്. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, ഞാനൊരു സാധാരണക്കാരത്തിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ എന്താ പറയുക, പബ്ലിക്കിൻ്റെ മുന്നിൽ വരുന്നത് ഈ ഒരു യൂട്യൂബ് ചാനലുമായിട്ടാണ് വരുന്നത്. അല്ലാതെയൊക്കെ നമ്മളൊരു സാധാ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ പാസ്റ്റർമാരെയും ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ ഷെയിമാണ് അല്ലേ. അവരുടെ ആ ഒരു ഇമേജ് തകരുക. പിന്നെ അതുമല്ല, വേറെ എന്തെങ്കിലും പോട്ടെ, അപ്പോൾ ആരോപണമാണെങ്കിലും നമ്മൾക്ക് സഹിക്കാം, പോട്ടെ എന്ന് വെക്കാം അല്ലേ. നമ്മളുടെ കർത്താവ് എന്തോരം ആരോപണം കേട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് പോട്ടെ എന്ന് വയ്ക്കാം. എന്നാൽ ഇദ്ദേഹത്തെ കുടുക്കി അല്ലേ, ശരിക്കും കേസിനകത്തൊക്കെ അകപ്പെടുത്തി ഇദ്ദേഹത്തെ എന്താ പറയുക, ഇപ്പോൾ ജയിലിലൊക്കെ അടച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും അത്ര പെട്ടെന്നൊന്നും ഒരു മനുഷ്യന് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത് അവരുടെ ഒരു എന്താ പറയുക, ഹൃദയത്തെ അങ്ങ് തകർക്കുന്ന ഒരു വേദന. പ്രത്യേകിച്ചും അദ്ദേഹം കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനും കൂടി എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി അതിനകത്ത് വേദനിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ട്വിസ്റ്റായിട്ടിടാം. എങ്ങനെയാണെന്നറിയാമോ, പുള്ളിയുടെ അങ്ങനെയാണ്, ആ സ്റ്റൈലാണ്, ഈ സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോകളൊക്കെ ഓടിപ്പോയി കണ്ടിട്ട് അദ്ദേഹത്തിനെ കുറച്ച് വിമർശിച്ചൊക്കെ എനിക്കിടാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ കഴിഞ്ഞ് റീച്ച് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിലൊക്കെ അപ്പുറമായിട്ട് നമ്മൾക്കൊരു മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അല്ലേ. ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ അയാളെ ഇങ്ങനെ ചവിട്ടിയിട്ട് നമ്മളങ്ങ് ആ ഒരു കിട്ടുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, അതിലല്ല എനിക്ക് താല്പര്യം. എനിക്ക് ആ ഒരു വ്യക്തിയുടെ അവരുടെ താഴ്ചയിൽ കൂടെ നിൽക്കാൻ, അത് ഏത് വിഷയമാകട്ടെ, ആരുടെ കൂട്ടത്തിലാണെങ്കിലും താഴ്ചയിൽ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ മറുഭാഗത്ത്
തെറ്റെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനതിനെ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അദ്ദേഹത്തെ യാതൊരു പരിചയവുമില്ല. ഞാൻ പൈസ മേടിച്ചിട്ട് ഒന്നും അദ്ദേഹത്തെ ഞാൻ എന്താ പറയുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതുമല്ല, വെളുപ്പിക്കാനായിട്ട് പോയതുമല്ല. അദ്ദേഹത്തിന് ഒരു മിനിസ്ട്രിയോട്ട് ഞാൻ കൂടിയിട്ടുമില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള മിനിസ്ട്രിയുടെ വീഡിയോസ് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് ദൈവം ഒരു സഭയെ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, ഒരു പാവപ്പെട്ട വിശ്വാസിയായി എനിക്ക് ജപിക്കാനുള്ളത് ഞാൻ പോകുന്ന സഭയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ആത്മീയ മന്ന എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി ബാക്കി നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നമ്മൾക്കും തരുന്നുണ്ടല്ലോ. അത്രയും മതി. ഞാൻ അത്രേ ഉള്ളൂ. അത്രയും ഒരു സാധാ വിശ്വാസി, എനിക്ക് അത്രയും മതി. അപ്പോൾ അതിൽ ഞാൻ തൃപ്തയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഒത്തിരി അവരുടെ ഇവരുടെ ഒന്നും മെസ്സേജുകൾ കേൾക്കാൻ അധികം ഞാൻ പോകാറില്ല. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കമൻറ്റ് ഞാൻ കണ്ടത്, അദ്ദേഹം ബർമൂഡ ഇട്ടൊക്കെ ശുശ്രൂഷിക്കുന്നത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും നമ്മൾ കണ്ടു അല്ലേ, ബർമൂഡ ഇട്ടിട്ട് ആരാധനയ്ക്ക് വരുന്ന ടീമുകളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നത്, എനിക്കറിയാവുന്നതും എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. നമ്മൾക്കറിയാം നമ്മളുടെ ദൈവം ആരാണ്. നമ്മളുടെ ദൈവം മഹാദൈവമാണല്ലേ. രാജാതി രാജാവും അത്യുന്നതനായ ദൈവം, ക്രിയേറ്റർ എന്ന് വെച്ചാൽ സകലത്തെ ഉണ്ടാക്കിയ ദൈവം. ഒരൊറ്റ വാക്കിനാൽ സകലത്തെ ഉളവാക്കിയ ദൈവം. നമ്മളുടെ ദൈവം ആരാണ്? മഹാരാജാവാണല്ലേ. അപ്പോൾ ഓർക്കുക, ഈ മഹാരാജാവിനെ ആരാധിക്കാൻ ഒപ്പം നമ്മളുടെ ദൈവം നമ്മളുടെ പിതാവുമാണ്. അത് സത്യമാണ്. പക്ഷേ നമ്മൾ ഈ പൊതുവായിട്ടുള്ള ആരാധനാലയങ്ങളിലും അതുപോലെയുള്ള പബ്ലിക് മീറ്റിങ്ങുകളിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ദൈവം അവിടെ ആരാണ്? അവിടെ നമ്മൾക്ക് അപ്പനായിട്ടല്ല അവിടുന്ന് ദൈവം ഇറങ്ങി വരുന്നത് കേട്ടോ. അവിടെ ദൈവം നമ്മൾക്ക് ഇറങ്ങി വരുന്നത് സർവാധികർത്താവായിട്ട്, രാജാതിരാജാവായിട്ട്, ദൈവമായിട്ട് ഇറങ്ങി വരുന്നതല്ലേ. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ടല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. അങ്ങനെ സൂക്ഷിച്ചിട്ട് വേണം ആ മഹാരാജാവിൻ്റെ അടുത്ത്, ആ മഹാദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ പോകേണ്ടത്. അല്ലാതെ വെർമൂഡ ഇട്ടിട്ടോ സ്ലീവ്ലെസ് ആയിട്ടുള്ള എന്താ പറയുക സെക്സി ആയിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മൾ ആരാധനാലയങ്ങളിലും അതുപോലെയുള്ള പബ്ലിക് മീറ്റിങ്ങുകളിലും പോകേണ്ടത്. കാരണം എന്താണ്? നമ്മളുടെ ദൈവം വിശുദ്ധനാണല്ലേ. വിശുദ്ധിയിൽ മഹിമയണിഞ്ഞ ദൈവമാണ്. ആ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കാനാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹൃദയത്തിൽ മാത്രം പോരെ വിശുദ്ധി? ഹൃദയത്തിൽ മാത്രമല്ല, നമ്മളുടെ ആ ഒരു പുറമെയുള്ള അല്ലേ, നമ്മളെ കാണുന്നവർക്കും കൂടെ ഒരു സന്തോഷം പകരണേന്. ഇപ്പം നമ്മളൊരു വേഷം കെട്ടിയിട്ടൊക്കെ ഒന്ന് ചെന്ന് നോക്കിക്കും, അവിടെ പകുതി ആൾക്കാരുടെയും കണ്ണ് നമ്മുടെ മേത്തായിരിക്കും അല്ലേ. അങ്ങനെ അവരുടെ ഒരു ശ്രദ്ധ പോലും നമ്മൾ കളയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പോകുന്നത് എവിടെയാണ്? മഹാദൈവത്തെ ആരാധിക്കാനാണ് പോകേണ്ടത്. ആ ഒരു ഫുൾ റെസ്പെക്റ്റ് നമ്മൾ ദൈവത്തിന് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഒന്നും വേണ്ട, അതെല്ലാം നിൽക്കട്ടെ. ഇപ്പം നമ്മളൊരു പ്രൈം മിനിസ്റ്റർ നമ്മളൊരു മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ആ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ബർമൂഡ ഇട്ടുകൊണ്ട് പോകുമോ? ഒരിക്കലും പോകത്തില്ലല്ലേ. പിന്നെ നമ്മൾ എന്താ പറയുക, സെക്സി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകുമോ? സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയും പോകത്തില്ലല്ലേ. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വേണം പോകാൻ? ഒഫീഷ്യൽ ഡ്രസ്സിങ് അല്ലേ. ഒഫീഷ്യൽ ഡ്രസ്സിങ് ഉണ്ട്. അല്ലാതെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും വിനോദയാത്രയ്ക്ക് പോകുമ്പോഴും എന്താ പറയുക ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഒക്കെ വേറെ വേറെ ഡ്രസ്സുകളുണ്ടല്ലേ. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പല വിധത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ടാകും. അത് ധരിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നതല്ലേ. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ദൈവത്തെ നമ്മൾ പബ്ലിക്കായിട്ട് ആരാധിക്കുമ്പോൾ ആ കൊടുക്കേണ്ട റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മുടെ അപ്പനെ അതുകൊണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന ഡ്രസ്സുമായിട്ടോ അല്ല നമ്മൾ ചെല്ലേണ്ടത്. ഈ ദൈവം നമ്മൾ എവിടെയാണ് അപ്പൻ നമ്മളുടെ പേഴ്സണൽ പ്രയറിലാണ് കേട്ടോ ദൈവം നമ്മൾക്ക് അപ്പനായിട്ട് വെളിപ്പെടുന്നത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ പോകരുത്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, നിങ്ങളങ്ങോട്ട് താഴോട്ട് എൻ്റെ ചാനലിൻ്റെ വീഡിയോയുടെ അങ്ങ് പുറകോട്ട് ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കാം. ഒരു എന്താ പറയുക, ഒരു അമ്മച്ചിക്ക് ഒരു റിപ്ലൈ കൊടുത്തത്. അമ്മച്ചി സോഷ്യൽ മീഡിയ ശപിച്ചപ്പോൾ അമ്മച്ചിക്ക് ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അന്നേരം പറഞ്ഞത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ നമ്മളെന്താണ് ആ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ബർമൂഡ ഇട്ടൊന്നും ആരാധിക്കുന്നതിനോടോ വർഷിപ്പ് നടത്തുന്നതിനോടോ പാസ്റ്റർമാർ ബർമൂഡ ഇട്ട് ചർച്ചിനകത്ത് കയറുന്നതിനോടോ ഒന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു യോജിപ്പുമില്ല. ഞാനത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ വേറെ ആരുടെയും പറയുമല്ല. അപ്പോൾ എനിക്കതിനോട് ഒട്ടും യോജിക്കുവാനായിട്ട് കഴിയില്ല. അതുപോലെ ഒത്തിരി സെക്സി ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സിങ് രീതികളോടും എനിക്ക് ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് ആരാധനാലയങ്ങളിൽ അങ്ങനെ വരുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം ബർമൂഡയൊക്കെ ഇട്ട് എന്താ പറയുക ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിജ്ഞാനമില്ലായ്മയാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു മഹാജ്ഞാനം ലഭിക്കാതെ പോയതുകൊണ്ടാണ്. നമ്മളുടെ ദൈവം ആരാണ്? മഹാദൈവമാണല്ലേ. ആ മഹാരാജാവിൻ്റെ സന്നിധിയുടെ മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ സകലത്തെ ഒരൊറ്റ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ആ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നമ്മളുടെ ഹൃദയവും വിശുദ്ധമായിരിക്കണം. നമ്മളുടെ ഡ്രസ്സിങ്ങിലും ഒരു വിശുദ്ധി ഉണ്ടായിരിക്കണം കേട്ടോ. എന്ന് വെച്ച് വെള്ളയും ഇട്ടുകൊണ്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കാണുന്നവർക്ക് എന്താണ് അവർക്കൊരു തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നവർ ആകാതെ നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതല്ലേ ഒരു ആത്മീയൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബർമൂഡയൊക്കെ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ധരിക്കുക. നമ്മളുടെ ആരാധനാലയങ്ങളിൽ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കരുത്. കാരണം ഒരു ഭാഗത്ത് നമ്മളുടെ ദൈവം നമ്മൾക്ക് അപ്പനാണ്, മറുഭാഗത്ത് നമ്മളുടെ ദൈവം മഹാരാജാവാണ്, മഹാദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക.